പുഷ്പ 2 ഡയറക്റ്റഡ് ബൈ സുകുമാർ. ആദ്യം ഇതിൽ കുറച്ച് ഒരു സിനിമാറ്റോഗ്രഫി. മിറോസ്ല ക്യൂബ ബ്രൊസൈക്ക്, പോളണ്ടിലുള്ള ഒരാളാണ്. ഇയാൾ തന്നെയാണ് പുഷ്പയും ചെയ്തിരിക്കുന്ന സിനിമാറ്റോഗ്രാഫർ. വേറെ പടമൊന്നും ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള ഇതൊന്നുമല്ല. നന്നായിട്ടുണ്ടായിരുന്നു സിനിമാറ്റോഗ്രഫി. അതുപോലെ മ്യൂസിക്, പാട്ടുകൾ ചെയ്തിരിക്കുന്നത് ദേവിശ്രീ പ്രസാദ്. പാട്ടുകളൊക്കെ കുഴപ്പമില്ലായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് തമൻ്റെയും സാംസിയസിൻ്റെയൊക്കെ ഒരു കൈ ഉണ്ടെന്നാണ് എവിടെയൊക്കെ വായിച്ചത്. കോസ്റ്റ്യൂം നന്നായിട്ടുണ്ടായിരുന്നു. കോസ്റ്റ്യൂം ഡിസൈൻ ദീപാലി നൂറ്, ശീതൾ ശർമ്മ. അതുപോലെ ഫൈറ്റ്സ് പീറ്റർ ഹെയ്ൻ. ഇത് തന്നെ ആകാശത്തിൽ പറഞ്ഞിട്ടുള്ള സാധനം തന്നെ. 1-2 കൊള്ളായിരുന്നു. പീറ്റർ ഹെയിൻ്റെ കൂടെ പിന്നെ വേറെ ആരൊക്കെ ഉണ്ട്, പറഞ്ഞ സമയം കളയല്ലേ. പുഷ്പ എന്ന് പറയുന്ന പടം എനിക്ക് ഒരു ആവറേജ് ഒരു മാസ് മസാല പടമാണ്. കുറേ ക്രിഞ്ച് സീനുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അല്ലു അർജുനെ കണ്ടുകൊണ്ടിരിക്കാൻ രസമുണ്ടായിരുന്നു. ഒരു സ്വാഗ് ഉണ്ടായിരുന്നു. ഭയങ്കര KGF പോലെയൊന്നും ഇല്ലെങ്കിലും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പുഷ്പ തോന്നിയത്. പക്ഷേ പുഷ്പ 2 വന്ന സമയത്ത് പുഷ്പയ്ക്ക് ഭയങ്കരമായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര റീച്ച് കിട്ടി. അതുകൊണ്ട് കുറച്ചുകൂടി ഗ്രാൻഡായിട്ട് എടുക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഡയറക്ടർ സുകുമാർ അറിഞ്ഞ് പണിയെടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു വിവരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പുഷ്പ 2-ന്. സിനിമയുടെ തുടക്കം, അല്ലു അർജുൻ്റെ ഇൻട്രോയ്ക്കുള്ള കാരണങ്ങളും ന്യായീകരണങ്ങളൊക്കെ കോമഡി ആണെങ്കിൽ പോലും ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ ഓക്കെ, ഒരു ഹൈപ്പ് വേണമല്ലോ. അത് അങ്ങനെ പോയി. അവിടെ ഒരു രാജ്യസ്നേഹം ഒരു സാധനം പറഞ്ഞിട്ട് ഇവന്മാർ തെലുങ്കന്മാർ എപ്പോൾ രാജ്യസ്നേഹം കാണിച്ചാലും എന്തെങ്കിലും ക്രിഞ്ചാക്കി വയ്ക്കും. ഇതിലും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടൊന്നുമില്ല, ഒരു കുറച്ച് സമയത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് സീതാരാമത്തിൽ പക്ഷേ നന്നായിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം കണക്കി തന്നെ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇയാളുടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഹെവി ആയിട്ടാണ്. അത്രയ്ക്ക് ശക്തനാണ്. അവനെ തോക്കാൻ പറ്റത്തില്ല, അവനെ തോക്കാൻ ആർക്കും സാധിക്കില്ല, അവനെ തോപ്പിക്കാൻ എന്നുള്ള രീതിയിൽ നമുക്ക് അത് രജിസ്റ്റർ ആവും ആ ക്യാരക്ടർ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കണം, നമ്മളെ ഫഹദ് വരുന്ന സമയത്ത് ഫഹദിന് പിന്നെ ഫഹദ് ഒരു പോലീസുകാരന് എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര ചെറുതായി പോവും വില്ലൻ ക്യാരക്ടർ എന്ന് പറയണത്. ഭയങ്കര ചെറുതായിട്ട് ഇതേയാളെ മുമ്പേ പിടിച്ചിരിക്കുക ഒന്നുമല്ല എന്നുള്ള അശു എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷേ ഫഹദ് ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് ഫഹദിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് പരിപാടിയൊക്കെ വെച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ക്യാരക്ടറിനെ ഫഹദ് തുടക്കത്തിലൊക്കെ നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ചിരിപ്പിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ വരുന്ന കോംബോ സീൻസൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പോയി ഇടയ്ക്കിടയ്ക്ക് നല്ല കിടില മാസ് സീനുകൾ വരുന്നുണ്ട്, പാട്ടുകൾ ഇടയ്ക്ക് വരുന്നുണ്ട്. ഫസ്റ്റത്തെ എല്ലാവർക്കും അതുണ്ട്, പുഷ്പയ്ക്ക് മാത്രം അതില്ലല്ലോ എന്നുള്ള പാട്ടൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഈ ശ്രീവല്ലി വരുന്നത്, ശ്രീവല്ലിയുടെ വെറുപ്പിക്കൽ ഫസ്റ്റ് പടത്തിലുള്ള അത്ര വെറുപ്പിക്കലില്ല, എന്നിരുന്നാലും ചെറിയ രീതിയിലൊക്കെ വെറുപ്പിക്കുന്നുണ്ട്. ഇവർ വരുന്ന സീനൊക്കെ നമ്മൾ സഹിക്കുക, ഈ പടങ്ങളിൽ ഈ ഒരു സാധനം കാണും എന്ന് നമ്മളങ്ങ് മനസ്സുകൊണ്ട് ആവാഹിച്ച് ഉൾക്കൊണ്ടങ്ങ് കണ്ടു കഴിഞ്ഞാലും ഓക്കെ, കുഴപ്പമില്ല. അത് വരുന്നു. ഇടയ്ക്ക് പാട്ടുകൾ സമയത്തിനിടാൻ വേണ്ടിയിട്ട് ശ്രീവല്ലി വരുന്നു, രശ്മിക മന്ദാന. അങ്ങനെ പോയി. പിന്നെ ഫഹദും ഇദ്ദേഹവും തമ്മിലുള്ള ഈഗോ ക്ലാഷിൻ്റെ മറ്റേ തുടർച്ച പിന്നീട് വരുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നല്ല എൻഗേജിങ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഭയങ്കര KGF പോലെ ഫാസ്റ്റ് കട്ടൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ലാഗൊന്നും അടിച്ചൊന്നുമില്ല ഫസ്റ്റ് ഹാഫ്. ഇങ്ങനെ പോയി. പക്ഷേ ഈ പറഞ്ഞില്ലേ, ഈ ഫഹദിൻ്റെ ക്യാരക്ടറിന് ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റുണ്ട്. അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോഴേക്കും ഈ കഥാപാത്രം കോമഡി പീസായി മാറുകയാണ് ഉണ്ടായത്. കോമഡി പീസ് കഥാപാത്രം. പക്ഷേ ആ ഒരു കഥാപാത്രം അങ്ങനെയാണെന്നുള്ള രീതിയിൽ കണ്ടപ്പോഴേക്കും അത് ആസ്വാദികരമായിരുന്നു. അങ്ങനെ നന്നായിട്ട് പോകുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു പഞ്ചൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. ഒരു പരിപാടിയൊക്കെ ഉണ്ട്, കൊള്ളായിരുന്നത്. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ പുഷ്പ ഫസ്റ്റ് കണ്ടതിൻ്റെ ഫസ്റ്റ് ഹാഫിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫ് ആയിട്ടാണ് പുഷ്പ 2 എനിക്ക് തോന്നിയത്. കാരണം മറ്റേതിൽ ഭയങ്കര 1000 രൂപയ്ക്ക് ഉമ്മ കൊടുക്കാൻ നടക്കണം, കുറേ ക്രിഞ്ച് സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കിതിൽ തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് വരുന്നു. തുടക്കത്തിൽ കുറേ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ നമ്മുടെ പാട്ടുണ്ടല്ലോ, ചേട്ടൻ വന്നു എടറ, കുട്ടൻ വന്നു എടറ, പാട്ടൊക്കെ കാണാൻ നല്ല രസമാണ്. ഡാൻസൊക്കെ കൊള്ളായിരുന്നു ശ്രീലീലയുടെ. അവിടെ വച്ച് ഈ പടം ഇതിപ്പം ഓൾമോസ്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ ഇത്രയും പറഞ്ഞ സമയം എടുത്തപ്പം. ഇത് ഇത്രയും മതി, 2 മണിക്കൂർ വെച്ചിട്ട് ഈ പടം തീർത്ത് ഇനി ഫഹദും ഇവനും തമ്മിൽ എന്തായിരിക്കും പരിപാടി എന്നുള്ള ഒരു സസ്പെൻസ് ഇട്ടിട്ട് അടുത്ത പുഷ്പ 3 പോവുകയാണ്. ഇന്ന് കാണിച്ചിരുന്നെങ്കിൽ സന്തോഷത്തോടെ കുഴപ്പമില്ലടേ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമ എന്നുള്ളൊരു സെറ്റപ്പിൽ ഇറങ്ങി വരായിരുന്നു. പക്ഷെ അവിടെ അവന്മാർ നിർത്തിയില്ല. അവിടെ നിന്ന് അങ്ങോട്ട് കാണിച്ച് വച്ചിക്കണേന്ന് പറഞ്ഞാൽ കോമഡി എൻ്റർടൈനറാണ്. ത്രൂ ഔട്ട് സീൻ ബൈ സീൻ നമുക്ക് ചിരിക്കാം. ആ രീതിയിൽ എനിക്ക് ഈ പടം ബോറടിച്ചില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. ഒരിടത്ത് 3.5 മണിക്കൂറുണ്ടെന്നുകൊണ്ട് ലാഗടിക്കുകയോ ഒന്നും സംഭവിച്ചിട്ടില്ല. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് പടം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത്, സെക്കൻഡ് ഹാഫ് ഒരു കോമഡി ആയിട്ട് കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ ദേവിയുടെ വേഷത്തിലൊക്കെ വരില്ലേ, ദേവിയുടെ വേഷത്തിൽ പറഞ്ഞ സീന് ഡാൻസൊക്കെ കൊള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഒരു ചെറിയ ചമ്പാസം, ഈ കുരിപ്പ് എവിടെ നിന്ന് വന്നെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഈ ഫസ്റ്റ് പടത്തിൽ ഈ കുരിപ്പില്ലായിരുന്നു. ഒരു ചെറിയ ചമ്പാസം കൊണ്ടുവച്ചിട്ട്
എനിക്ക് എന്തായാലും കഴിഞ്ഞ പടത്തിന് നാഷണൽ അവാർഡ് കിട്ടിയേ. അപ്പോൾ എനിക്ക് ഇത്തിരി അഭിനയിക്കണം കേട്ടോ, ഇതിൽ അതിനൊരു പാസം സാധനം വേണം. എടുത്ത് കയറ്റി കൊടുത്ത് അതുപോലെ ഇല്ലാത്ത ഒരു സാധനം എടുത്ത് വച്ചു കൊടുത്തിട്ട് എവിടെന്നോ ഒരു ഭൂമിയിൽ നിന്ന് ഒരു പൊട്ടിമുളച്ചൊരു വില്ലനെയും കൊണ്ടിട്ടിട്ട് അങ്ങോട്ട് അങ്ങ് ആറാടിയിട്ടുണ്ട് സുകുമാർ. പാസം കൊണ്ട് നിറച്ച. പിന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് സുകുമാർ ഡയറക്റ്റ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫ് നമ്മുടെ സിരുത്ത ശിവയ്ക്കാണ് കൊടുത്തതെന്നാണ്. ആ രീതിയിൽ ക്രിഞ്ച് പാസം അടിച്ച് അങ്ങോട്ട് പോവേണ്. അതിൻ്റെ ഇടയ്ക്കിടെ ഫഹദിൻ്റെ ക്യാരക്ടർ ഫസ്റ്റ് പടം തീർന്ന സമയത്ത് എന്തോരം ബിൽഡപ്പായിരുന്നു, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഈ പടം തുടങ്ങിയപ്പം തന്നെ ഇത് കോമഡി പീസ് ക്യാരക്ടർ ആണെങ്കിൽ പോലും അയാൾ നല്ല രീതിയിൽ അയാളെ സ്ക്രീൻ പ്രസൻസ് തൊട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയി ആ വില്ലൻ ക്യാരക്ടറിന് ഇങ്ങനെയൊന്നും ഇല്ലായ്മ ജയിലിടെ അണ്ണ സുകുമാർ ഭയങ്കര ദ്രോഹമാണ് ആ കാണിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് വേറൊരു ഒരു മൊണ്ണേഷ് കുമാറിനെ കൊണ്ടുവച്ചിട്ടുണ്ട് വില്ലനാണെന്ന് പറഞ്ഞുകൊണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. അങ്ങനെ പോയി ക്ലൈമാക്സ് ഫൈറ്റൊക്കെ കാണണോടെ പെരുമ്പാമ്പാണ് ഇത്. ഞാൻ ഈ പറയണത് നിങ്ങൾ കണ്ടു നോക്കുക, ചിരിച്ചു വരിക്കും. ഒരു സിനിമയുടെ അവസ്ഥ, പാനിൻ്റെ പടത്തിൻ്റെ അവസ്ഥയൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. അത് തുടക്കം മുതൽ അവരാ തുടങ്ങി പിന്നെ കുഴപ്പമില്ല. ഇത് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് സെക്കൻഡ് ഹാഫ് ഇത് എങ്ങനെ ഇയാൾക്ക് ചെയ്യാൻ തോന്നി ഇത് ഇങ്ങനെ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ പടം കണ്ടു കഴിഞ്ഞപ്പം. എല്ലാം കഴിഞ്ഞ് അവരാതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയമുണ്ട്. അതാണ് ഏറ്റവും വലിയ കാട്ടവരാതം. അഡ്രസ്സ് വേണമല്ലോ, അഡ്രസ്സ് ഒരു കല്യാണ ലെറ്റർ കാണിക്കുന്നുണ്ട്. ഞാൻ ഇത് ആലോചിച്ചത് കല്യാണ ലെറ്ററാണോ സജ്ജല കാർഡാണോ എന്നുള്ളതാണ്. ഒരു കല്യാണ പെണ്ണിൻ്റെ താഴെ ഇത് ശുഭാശംസകളോടെ മക്കൾ മരുമക്കളെന്ന് പറയുന്നത്. ഇത് കല്യാണ പെണ്ണിൻ്റെ മക്കളും മരുമക്കളും ആശംസ കൊടുക്കുന്നത്. പിന്നെ ഈ പടത്തിൽ ലോജിക്ക് നമ്മൾ പ്രതീക്ഷയല്ല വരുന്നത്. മാസ് മസാല പടത്തിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത് കണ്ട് കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഇൻട്രോയൊക്കെ എന്തായിരുന്നു അതിൻ്റെ ആവശ്യം എന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചത്. ഒരു രാജ്യത്ത് ഏത് രാജ്യമൊന്നും പോലും അറിഞ്ഞുകൂടാ. അവൻ മറ്റേ 42 ദിവസം പട്ടണയും കിടന്നുകൊണ്ട് ജാപ്പാനീസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലുവിൻ്റെ ഒരു സ്വാഗ് ആണെങ്കിലും സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും നന്നായിട്ട് തന്നെ ഉണ്ട്. ഒരു പടത്തിൽ കണ്ടിരിക്കാവുന്ന ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഘടകവും നല്ല പോസിറ്റീവും പുള്ളിയുടെ പ്രകടനം തന്നെയാണ്. പക്ഷേ ഈ പടത്തിൽ എഴുതി വെച്ചിരിക്കുന്നതായി പോയില്ലേ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നെ രശ്മിക മന്ദാന, ഞാൻ കൂടുതലൊന്നും പറയല്ല, ഒരു കഥാപാത്രം ഇപ്പം ഞാൻ പറയും മാസ് മസാല പടത്തിൽ സ്ത്രീയൊക്കെ പ്രാതിനിധ്യം വളരെ കുറഞ്ഞു പോയി. അവരൊക്കെ വെറുതെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടിരിക്കുന്നതെന്നൊക്കെ പറയും. ഇതിലും ഭേദം ഡാൻസ് കളിക്കാൻ വേണ്ടി എടുത്തിട്ടിരുന്നായിരുന്നു, വേറെ ഒന്നും ചെയ്യാനില്ല വെറുതെ. പിന്നെ ഡാഡി ഗിരിജ ജഗപതി ബാബു ഉണ്ട്, പുള്ളി നന്നായിട്ട് ക്ഷീണിച്ചു കേട്ടോ, വയ്യ പാവം. പിന്നെ സുനിൽ മറ്റേതിൻ്റെ അതേ റിപ്ലിക്ക് തന്നെ, അതേ കഥാപാത്രം, അതുപോലെ ഇങ്ങനെ തെക്ക് വടക്ക് നടക്കണം, ഒരു കാര്യമില്ലാത്തൊരു കഥാപാത്രം. പിന്നെ അജയ് ഉണ്ട്, അജയാണ് ഇവിടെ ഇതിലേറ്റവും ഈ സിനിമയിലെ കൊമേഡിയൻ അജയ്. മറ്റേ കൊലിപ്പൻ ചേട്ടനുണ്ടല്ലോ, ചേട്ടായി. ഇത് കഴിഞ്ഞില്ല, ഇത് നീ അടുത്ത് ബാക്കി പറഞ്ഞുണ്ട്. പുഷ്പ 3 നിങ്ങൾ ഓൾറെഡി അറിഞ്ഞാണ്. നീ ജപ്പാനിൽ നിന്ന് അണ്ണനെ പൊക്കി എടുത്തോണ്ട് വരണം. പുഷ്പ 3 നമ്മളെ ഒരാളൂടി വന്നിട്ടുണ്ട്, വൈറൽ താരമാണ്. നിങ്ങൾ കുറെ പേർക്കൊക്കെ അറിയായിരിക്കും, അവരോടൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇനി അന്നും അല്ലേ നിങ്ങൾ ചോദിക്കാനുള്ള കാര്യം, നിങ്ങൾക്ക് കങ്കോ എന്നുള്ള പടം കണ്ടിട്ട് ഈ റെഡിൻ കിൻസ്ലി മാത്രമല്ല വെറുപ്പിച്ചാണ് തോന്നിയത്? ഞാൻ സത്യം പറയാം, കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്കും അത് ഫോക്കസ് ഔട്ടായി, എൻ്റെ പോയിന്റ് ഫോക്കസ് ഔട്ടായി പോയെന്ന് തോന്നുന്നു. നമ്മൾ അർദ്ധരാത്രി എഴുന്നേക്കുന്നു, കുളിച്ച് ഒരുങ്ങി തിയേറ്ററിൽ വരുന്നു 4 മണി. നിങ്ങൾ ആ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലായി. ചോദിക്കണത് റെഡിൻ കിൻസ്ലിക്ക് മാത്രം ചോദിക്കണത്. ഇല്ല, 4 മണിക്ക് വന്ന് അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് സിനിമ തുടങ്ങി. പിന്നെ അത് വെറുപ്പിക്കലായിരുന്നു. ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എല്ലാവരും വെറുപ്പിച്ചിട്ടുണ്ട്. സൂര്യ വെറുപ്പിച്ചിട്ടുണ്ട്, ദിശ പട്ടാനി വെറുപ്പിച്ചിട്ടുണ്ട്, യോഗി ബാബു വെറുപ്പിച്ചിട്ടുണ്ട്, കോവൈസറിൽ വെറുപ്പിച്ചിട്ടുണ്ട്. അവന്റെ കൂടെ വന്ന വേറൊരു കഥാപാത്രം അത്ര സീനിൽ വന്നിട്ടില്ലായിരുന്നു. ഞാനത് വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഒരു വെറുപ്പിക്കലിന്റെ ഒരു ഘോഷയാത്രയാണ്. പിന്നെ യോഗി ബാബു, എനിക്ക് ഇവർ രണ്ടുപേരും ഭയങ്കര സൂര്യ പിന്നെ വരുന്നുണ്ട് സെക്കൻഡ് പാർട്ടിൽ. ഓക്കെ, സൂര്യ വരുന്നുണ്ട്. ഇവര് തുടക്കത്തിലുള്ള മാത്രമേ ഉള്ളൂ. എനിക്ക് ഇവരുടെ പേര് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അത് വന്നു. പിന്നെ റെഡി കിങ്സിൽ എത്തിയപ്പോഴത്തേക്കും അത് സത്യം പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയിട്ടാണ് നാച്ചുറലി സംഭവിച്ചതാണ്. അല്ല നമ്മളെ എറണാകുളത്തൊക്കെ ഒരു തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ആൾക്കാർ കാണിക്കും പോലെ സംഭവിച്ചല്ല, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നാച്ചുറലി വന്നതാണ്. പക്ഷെ റെഡി കിങ്സിൽ മാത്രമായിട്ട് അത് ജസ്റ്റിസ് ഫോർ റെഡി കിങ്സ്ലി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ ഒപ്പീനിയനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പടം ഈ തിയേറ്ററിൽ നിന്ന് കണ്ട് ഇറങ്ങുമ്പോൾ നമ്മൾ വേറൊരു ട്രാൻസ് അവസ്ഥയിലെത്തും. അത്രയ്ക്ക് നല്ല. ഇപ്പൊ OTT-ലൊക്കെ ഈ സാധനം വരുമ്പോഴേക്കും ഇത് ഈ പറയും പോലെ പ്രശ്നമൊന്നുമില്ലല്ലോ, ചുമ്മാ ഡിഗ്രേഡ് എന്ന് നിങ്ങൾക്ക് തോന്നുള്ളൂ. ഈ തിയേറ്ററിൽ ഇതിന്റെ സൗണ്ട് എഫക്റ്റ് എന്നുള്ളൊരു സാധനമുണ്ട്. ആ സൗണ്ട് നമ്മൾ അനുഭവിക്കണം. അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇനി പിന്നെ അണ്ണനെ എനിക്ക് നേരത്തെ അറിയാം, അണ്ണനെ ഈ വൈറലാകാൻ മുമ്പ് എനിക്കറിയാം. അണ്ണൻ പണ്ട് എനിക്ക് സ്ഥിരമായിട്ട് കമന്റ് ഇടാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഏരീസിൽ വെച്ച് കണ്ടു ചോദിച്ചു, നിങ്ങളല്ലേ എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോഴേക്കും അണ്ണൻ അങ്ങനെ കമ്പനി ചെയ്താണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇഷ്ടംപോലെ ചാറ്റ് ചെയ്യാറുണ്ട്. സ്വാമി അണ്ണൻ എന്നാണ് പ്രൊഫൈൽ നെയിം. നമ്മള്
നമ്മള് ഡിസഗ്രി ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞ ശരിയല്ല. ഞാൻ ശനിവാര സിനിമ ഉണ്ടല്ലോ, സൂര്യ സാറ്റർഡേ, അതിനെ ഞാൻ പോസിറ്റീവ് ഇട്ടെന്നുണ്ടെങ്കിൽ ഇനി പറയാവുന്നില്ല. നിങ്ങൾക്ക് ഈ പടത്തിന് കുഴപ്പമില്ല. മറ്റേ പടത്തിന് ഗുണ്ടൂർക്കാരത്തിന് കുറ്റം പറഞ്ഞത് എന്തിനാണോ തലയ്ക്ക് റെഡി ന്യൂസിൽ പറയാൻ ഒരു വാങ്ങിയതില്ല. ഇത് നമ്മളെ പടം പറ ഇന്നത്തെ ഞാൻ എന്റെ അഭിപ്രായം അങ്ങനെ കേട്ടിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇതാണ് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്, ഇപ്പൊ വന്ന് ചാടിയതേ ഉള്ളൂ. ഞാൻ പറയാം, എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ എക്സ്പെക്ടേഷൻ ഭയങ്കര ലോ ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് തന്നെ ഒരു മെസ്സേജ് അയച്ചാൽ പറഞ്ഞിരുന്നത് ഒരു ഭോജ്പൂരി അല്ലു അർജുൻ അഭിനയിക്കുന്ന ഒരു ഭോജ്പൂരി സിനിമ എന്നൊക്കെ എല്ലാം അങ്ങനെ അടിച്ച് താഴ്ത്തി കെട്ടി ഒന്ന് പറയാൻ ഉദ്ദേശിച്ചെങ്കിലും ബഹുഭൂരിപക്ഷം നമ്മുടെ ഇടയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് ഭോജ്പൂരി സോങ്സ്. അപ്പോഴും എനിക്കൊരു ചില ഭോജ്പൂരി സോങ്സ് ഒക്കെ നമുക്ക് ഭയങ്കര ക്യാച്ച് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ എനിക്ക് ഈ സിനിമയുടെ അപ്ഡേറ്റ് ഒക്കെ വന്നപ്പോഴത്തേക്കും ലാർജ് സ്കെയിലിൽ വരുന്ന ഒരു ഭോജ്പൂരി സിനിമ അത്ര എക്സ്പെക്ടേഷൻ മതി എന്നൊക്കെ വെച്ചിട്ടാണ് വന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ അവർ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മാസ് പോലും കാണിക്കുന്നത് കോമഡി സീനുകളിലൂടെയാണ്. അവരുടെ മാസ് എലിവേഷൻസ് എല്ലാം കാണിക്കുന്നത്. അതെല്ലാം ഒരു ഡിഫറെൻറ്റ് ട്രാക്കിലേക്ക് പിടിച്ചു പോകുന്നത്. അല്ലാതെ ചാടി കയറി ഓരോരുത്തരെ പറ്റി അടിച്ചിടുന്നത് മീൻസ് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. മര്യാദയ്ക്ക് പ്ലേസ് ചെയ്ത് അവർ നല്ല രീതിയിൽ ഒന്ന് ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോഴത്തേക്കും വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഞാൻ എന്തായാലും ഇത് തകർത്ത് ഈ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ലെവൽ ആ ഒരു മീറ്റർ പിടിച്ച് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരും. പിന്നെ സിനിമ തുടങ്ങുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ മൈൻഡിൽ ഓൾറെഡി കിടപ്പുണ്ട്. ആ സംഭവം നമുക്ക് ഇങ്ങനെയൊക്കെ ആവുമല്ലോ എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരുമ്പോഴത്തേക്കും അതിടയ്ക്ക് ഒന്ന് ട്രാക്ക് ഒന്ന് മാറിപ്പോകും. അപ്പോൾ ട്രാക്ക് ഒന്ന് മാറിപ്പോയതിനു ശേഷം പിന്നെ അതിനുശേഷം പ്രേക്ഷകർ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ അവസാനം വരെ കുഴപ്പമില്ല. ഓൺ ടൈം ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു എനിക്ക് സെക്കൻഡ് ഹാഫ് കോമഡി ആയിരുന്നു. ഒരു ഇല്ലല്ലോ ഒരുത്ത നായകൻ എന്നെ കൊല്ലുന്നതിന് മുമ്പേ ഞാനത് ആത്മഹത്യ ചെയ്തേക്കാം. പാവോ നീ അടിച്ചാണ്. എന്തരാ വരട്ടെ